രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാത്ത, ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി. എന്തേ അങ്ങനെ ഒഴിവാക്കാൻ കാരണം? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങളോട് ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം. എന്താ നിങ്ങൾക്ക് മറുപടി? നിങ്ങൾ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോഴെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. പറഞ്ഞോ? എന്താണ് നിങ്ങൾക്കതിൽ അറച്ചു നിൽപ്പ്? ഇപ്പം ഇതിന് ശേഷം നിങ്ങൾ പലയിടങ്ങളിൽ പോയല്ലോ, എന്താണ് പറയാൻ കഴിയാത്തത്? ഇപ്പോൾ എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. നിങ്ങളുടെ പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ? എന്തേ നിങ്ങൾ പറയാത്തത്? അതാണല്ലോ നിങ്ങൾക്കെതിരെ ഉയർത്തിയ വിമർശനം. അതൊരു പ്രശ്നമല്ലേ? ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളാണ് ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ. ഇനി ഇവിടെ ജീവിതം തുടരാനാകുമോ എന്ന് ആശങ്കയിൽ കഴിയുന്നത്. ആ ആശങ്കയിൽ കഴിയുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളോ? നിങ്ങളവരെ കണ്ട ഭാവം നടിച്ചില്ല. അതല്ലേ വസ്തുത? അതല്ലേ നിങ്ങൾ പറയേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ ഒരു സംഘപരിവാർ മനസ്സ് വരുന്നു? ഇത് സംഘപരിവാർ അജണ്ടയല്ലേ? സംഘപരിവാർ അജണ്ട RSS നേതൃത്വം കൊടുക്കുന്ന BJP നടപ്പാക്കുമ്പോൾ സംഘപരിവാർ മനസ്സുള്ളവർക്ക് മാത്രമല്ലേ അതിനോടൊപ്പം നിൽക്കാൻ ബാധ്യതയുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ആ ബാധ്യത വരുന്നു? രാഹുൽ ഗാന്ധി പറയണം. ഇവിടെ മാത്രമാണോ നിങ്ങളിത് കാണിച്ചത്? ജമ്മു കാശ്മീർ RSS തുടക്കം മുതലേ പറയും. നമ്മൾ ഭരണഘടനയെ അംഗീകരിച്ച നാൾ മുതൽ പറയുന്നൊരു കാര്യമാണ്, 370 പാടില്ലാത്ത ഒന്നാണ്, അത് റദ്ദ് ചെയ്യണം. ഇതാണ് RSSന്റെ നിലപാട്. ജമ്മു കാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദ് ചെയ്യണം. ഇപ്പോൾ മോദിയുടെ ഗവൺമെന്റിന്റെ 2ാം ഊഴം RSS അജണ്ട ഓരോന്നായി നടപ്പാക്കുന്ന ഘട്ടം. ഈ അജണ്ട എടുത്തു. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. RSS അജണ്ട നടപ്പാക്കലാണ്. 1, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി ഇല്ലാതാക്കുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം ഇതിന്? ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും. ഇതാണ് സംഘപരിവാർ മനസ്സ്. അതാണ് BJP ചെയ്തത്. രാജ്യമാകെ കനത്ത പ്രതിഷേധമുയർന്നില്ലേ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധമുയർന്നോ? എന്തേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിൽ പ്രതിഷേധം ഉയരാത്തത്? സാങ്കേതികമായി എതിർത്തു എന്നല്ല പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ ഗൗരവമനുസരിച്ച് സഭയിലും പുറത്തും നിങ്ങളുടെ പ്രതിഷേധമുയർന്നോ? ഇല്ലാലോ.